യു.എസും ഇസ്രായേലും വ്യോമ ഇൻ്റലിജൻസ് ആധിപത്യമുറപ്പിച്ച മേഖലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാൻ ഒരു തീരുമാനമെടുത്തു. ശത്രുക്കളുടെ ടാങ്കുകൾക്കും വിമാനങ്ങൾക്കും പകരം ടാങ്കുകളും വിമാനങ്ങളും നിർമ്മിക്കില്ലെന്നതായിരുന്നു ആ തീരുമാനം. പക്ഷേ അസമമായ പ്രതിരോധം രൂപീകരിക്കും. പരമ്പരാഗത സൈനിക തുല്യതയുടെ മരീചിക പിന്തുടരുന്നതിന് പകരം അവർ തദ്ദേശീയമായി ബാലിസ്റ്റിക് മിസൈൽ ശേഖരം വികസിപ്പിച്ചെടുത്തു. ഇപ്പോൾ അത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലുതും ശക്തവുമായ മിസൈൽ ശേഖരമാണ്. ഇത് കേവലം ഹ്രസ്വകാല താൽപ്പര്യം സംരക്ഷിക്കാനുള്ള അടവായിരുന്നില്ല. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവർ അത് വികസിപ്പിച്ചത്. യുദ്ധത്തിനും ഉപരോധത്തിനും ഇടയിൽ അതിനെ അവർ പരിഷ്കരിക്കുകയും ദേശീയ പ്രതിരോധ നയത്തിൻ്റെ മൂലക്കല്ലാക്കി മാറ്റുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് ഇറാന്റെ മിസൈൽ യാത്രയുടെ ആദ്യഘട്ടം. നഗരങ്ങളുടെ യുദ്ധം എന്ന ഘട്ടമായിരുന്നു ഇത്. സോവിയറ്റ് യൂണിയൻ നൽകിയ സ്കഡ് മിസൈലുകൾ ഇറാഖിലെ ബാത്തിസ്റ്റ് സർക്കാർ ഇറാനിലെ ഉൾപ്രദേശങ്ങളിലേക്ക് അയച്ചു. അതേസമയം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുടെയും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ അറബ് ഭരണകൂടങ്ങളുടെയും സംരക്ഷണയിലും ഇറാഖ് ഒളിച്ചു. ആകാശത്തു നിന്നുള്ള വ്യവസ്ഥാപിത ആക്രമണത്തിലൂടെ ഇറാനികളുടെ മനോവീര്യം തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സ്വന്തമായി മിസൈൽ പ്രതിരോധ സംവിധാനമില്ലാത്ത, നയതന്ത്രപരമായി ഉപരോധിക്കപ്പെട്ട, പാശ്ചാത്യ സഖ്യസേനയാൽ വളയപ്പെട്ട ഇറാൻ ശേഖരിക്കാൻ കഴിയുന്ന വിഭവങ്ങളെല്ലാം ശേഖരിക്കാൻ ശ്രമിച്ചു. ലിബിയ, സിറിയ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്നും അവർ അല്പം സ്കഡ് ബി മിസൈലുകൾ സ്വന്തമാക്കി. ഇത് പിന്നീട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നേരിട്ടുള്ള കമാൻഡിന് കീഴിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സേനയുടെ ഭ്രൂണ കേന്ദ്രമായി മാറി. എന്നാൽ അവ വെറും മിസൈലുകളല്ലായിരുന്നു. പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അതിജീവനത്തിനായുള്ള യുദ്ധത്തിൽ അവ ദേശീയ അന്തസ്സിന്റെ ആയുധങ്ങളായിരുന്നു. ഇറാൻ നേതൃത്വം മിസൈൽ ശേഷിയെ വെറും അടവുപരമായ ആസ്തിയായിട്ടല്ല, മറിച്ച് ഒരു മാനസികവും രാഷ്ട്രീയവുമായ ആവശ്യകതയായി കണ്ടു. മിസൈൽ ശക്തി ഇല്ലാതെ മാനസികമോ തന്ത്രപരമോ ആയ പ്രതിരോധം സാധ്യമല്ല എന്ന ഉറച്ച നിഗമനത്തിൽ ഇറാൻ എത്തിയത് ഈ ഘട്ടത്തിലാണെന്ന് സൈനിക ചരിത്രകാരനായ പിയറി റസൂക്സ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ പ്രതികരണം താൽക്കാലികമോ നിഷ്ക്രിയമോ ആയിരുന്നില്ല. മിസൈലുകൾ ഇറക്കുമതി ചെയ്യുന്നതിനൊപ്പം ഇറാനി എഞ്ചിനീയർമാർ അവ അഴിച്ച് പഠിക്കാൻ തുടങ്ങി. ഉപരോധങ്ങളെ മറികടന്ന് മിസൈലുകൾ എത്തിക്കാനുള്ള ശൃംഖലകൾ വികസിപ്പിച്ച അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗും വികസിപ്പിച്ചു. സോവിയറ്റ് യൂണിയന്റെ മിസൈൽ സാങ്കേതിക വിദ്യ അറിയാവുന്ന ഉത്തര കൊറിയ ഇറാന്റെ നിർണായക പങ്കാളിയായി മാറി. സ്വതന്ത്രമായി മിസൈൽ സാങ്കേതിക വിദ്യ പുനർനിർമ്മിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇറാൻ പ്രാപ്തമായി എന്ന് 2010 റാൻഡ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു. 2000-നും 2010-നും ഇടയിൽ ഇറാൻ വൻതോതിലുള്ള ഉൽപാദനത്തിൽ നിന്ന് നവീകരണത്തിലേക്ക് മാറി. കൃത്യത, പരിധി എന്നിവക്ക് മുൻഗണന നൽകി. അങ്ങനെ ഇറാന്റെ ബാലിസ്റ്റിക് സിദ്ധാന്തത്തിന്റെ അടിത്തറ പാകി. സ്വതന്ത്ര സാങ്കേതിക വിദ്യയിലൂടെ പരമാധികാരം, തടുക്കലിലൂടെ പ്രതിരോധം, തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച യുദ്ധം അവസാനിച്ചതോടെ IRGC നേതൃത്വം നൽകിയ ഇറാന്റെ സൈനിക സ്ഥാപനങ്ങൾ പ്രതിരോധ മുൻഗണനകൾ പുനഃക്രമീകരിക്കാൻ തുടങ്ങി. വെറുതെ മിസൈലുകൾ സ്വന്തമാക്കൽ മാത്രമല്ല, സ്വതന്ത്രമായും വൻതോതിലും ഉൽപ്പാദിപ്പിക്കലായിരുന്നു ലക്ഷ്യം. ഇറാന്റെ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജനറൽ ഹസൻ തെഹ്റാനി മൊഖദ്ദാം ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ആക്രമണങ്ങളെ തടുക്കൽ എന്നത് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് മാത്രമല്ല, ഉൽപാദനം, ഒളിച്ചുവെക്കൽ, വിന്യാസം, കൃത്യത എന്നിവയിൽ പ്രാവീണ്യം നേടുന്നതിനെ കുറിച്ചാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇറാൻ ഒരു മിസൈൽ ഉപയോക്താവിൽ നിന്ന് ഒരു നിർമ്മാതാവിലേക്ക് മാറി. ഷഹാബ് 1-ഉം ഷഹാബ് 2-ഉം സ്കഡ് ബിയുടെയും സ്കഡ് സിയുടെയും മെച്ചപ്പെടുത്തിയ വകഭേദങ്ങളായിരുന്നു. 2003 ഷഹാബ് 3 വന്നപ്പോൾ യഥാർത്ഥ വഴിത്തിരിവുണ്ടായി. 1300 കിലോമീറ്റർ റേഞ്ചുള്ള ഷഹാബ് 3 പേർഷ്യൻ ഗൾഫിലെ US താവളങ്ങളെയും അധിനിവേശ ഫലസ്തീനെയും
ആക്രമണ പരിധിയിലാക്കി.